ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്. എയിം ടു എക്സ്പ്ലോർ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് ജോമെട്രിക്കലി. കോൺസെപ്റ്റായിട്ട് വരുന്നത് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻ. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഓഫ് എ ഫങ്ഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് എ പോയിൻറ്റ് ഓൺ എ കർവ്. 3 ആക്ടിവിറ്റിയാണ് ഇവിടെ ഈ ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് Activity 27.1 Increasing and Decreasing Functions 1. Second, Activity 27.2 Increasing and Decreasing Functions 2. Third activity Increasing and Decreasing Functions 3. ഈ ലാബിൽ ഏതാനും ബേസിക്കായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്നും ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്നും. അതായത് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്നും എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ് എന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൂടാതെ ഡെറിവേറ്റീവ് എന്നതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് സ്ലോപ്പ് എന്നുള്ളതാണ്. അതായത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് 1. ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. കൂടാതെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. മിനിമം -5, മാക്സിമം 5, ഇൻക്രിമെൻറ്റ് 0.01, പ്ലോട്ട് പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി, ജോയിൻ എ ബി, തുടർന്ന് വരുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് പുതിയൊരു ജിയോജിബ്ര വിൻഡോ സെലക്ട് ചെയ്യുന്നു. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എൻ്റർ ചെയ്യുന്നു. 1/3 x³ മൈനസ് 1/2 x² മൈനസ് 2x എന്ന ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയാണോ എൻ്റർ ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് എന്നത് ഓൾജിബ്രൈക്ക് വ്യൂവിലൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 1/3 x³ മൈനസ് 1/2 x² മൈനസ് 2x ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയാണ്. തുടർന്ന് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂളിൽ നിന്ന് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് 0.01. ദെൻ തുടർന്ന് പറയുന്നത് പ്ലോട്ട് പോയിൻറ്റ് എ ആൻഡ് ബി. ക്യാപിറ്റൽ എ ഈക്വൽ ടു എ കോമ എഫ് ഓഫ് എ. ദെൻ ക്യാപിറ്റൽ ബി ഈക്വൽ ടു 0, f of a. പോയിൻ്റ് എൻ്റർ ചെയ്തു. ദെൻ ലൈൻ ടൂളിൽ നിന്ന് സെഗ്മെൻറ്റ് എ ബി. തുടർന്ന് ചെയ്യാനുള്ളത് നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് ആണ്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെയിം ആൻഡ് വാല്യൂ, കൂടാതെ കളർ ഒന്ന് മാറ്റുന്നു, സ്റ്റൈൽ മാക്സിമാക്കി മാറ്റുന്നു. എപ്പോഴും ഉപയോഗമുള്ളത് ബി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ദെൻ പറയുന്നത് ജോയിൻ എ ബി. ഗ്രാജുവലി ചേഞ്ച് ദ വാല്യൂ ഓഫ് സ്ലൈഡർ ഫ്രം -5 to 5 ആൻഡ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പോയിൻറ്റ് ബി. സ്ലൈഡർ -5ലേക്ക് മാറ്റുന്നു. സ്ലൈഡർ ഒന്ന് വർദ്ധിപ്പിക്കാം. എന്താണ് സംഭവിക്കുന്ന മാറ്റം ഒന്ന് നോക്കാം. അതായത് ഇവിടെ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു. ആ സമയത്ത് ബിയുടെ വൈ കോർഡിനേറ്റും വർദ്ധിക്കുന്നു. കൂടാതെ ബി എന്ന പോയിൻ്റ് മൂവിങ് അപ്വേർഡ്സ്. തുടർന്ന് എയുടെ പോയിൻ്റ് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ലൈഡർ -1ലെത്തുമ്പോൾ എയുടെ കോർഡിനേറ്റ്സ് -1 1.17, ക്യാപിറ്റൽ ബി കോർഡിനേറ്റ്സ് 0 1.17. ഇപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിപ്പിക്കുന്നു, എന്നാൽ ബിയുടെ എക്സ് കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ സ്ലൈഡർ എയുടെ വാല്യൂ 2 എത്തിയപ്പോൾ ക്യാപിറ്റൽ എ പോയിൻറ്റ് 2, -3.33, capital B 0,
-3.33. തുടർന്ന് എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, എന്നാൽ ബിയുടെ വൈ കോർഡിനേറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം ബി മൂവിങ് അപ്വേർഡ്സ്, ദെൻ ഡൗൺവേർഡ്സ്, ദെൻ വീണ്ടും അപ്വേർഡ്സ്. ഏതു മുതൽ ഏതുവരെയാണ് എന്ന് നമുക്കൊന്നും കൂടിയും പരിശോധിക്കാം. അതായത് ആദ്യം എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, ആ സമയത്ത് ബിയുടെ വൈ കോർഡിനേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഫ്രം -∞ ടു -1 എന്ന് പറയാം. തുടർന്ന് -1 മുതൽ 2 വരെ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫ്രം 2 ടു ഇൻഫിനിറ്റി എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് കൃത്യമല്ലേ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫംഗ്ഷൻ്റെ ഒരു എക്സ്ട്രീം വാല്യൂ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ പോയിൻ്റുകൾ? നേരത്തെ സൂചിപ്പിച്ച പോയിൻ്റ് തന്നെയാണോ എന്ന് നമുക്കൊന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പോയിൻ്റ് ബി. ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ക്യാപിറ്റൽ ബി ആസ് സ്ലൈഡർ എ ഇൻക്രീസസ് ഫ്രം -∞ ടു +∞. അതായത് ഇവിടെ സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, സ്ലൈഡറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ -∞ മുതൽ -1 വരെ ബി മൂവ്സ് അപ്വേർഡ്സ്. ഫ്രം -1 ടു 2 ക്യാപിറ്റൽ ബി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. ഫ്രം 2 ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ ബി ഈസ് മൂവിങ് അപ്വേർഡ്സ് എന്നും നമുക്ക് കാണാം. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് കൂടുന്നു. ഫ്രം -∞ ടു -1. എന്നാൽ തുടർന്ന് -1 മുതൽ 2 വരെ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. 2 ടു ഇൻഫിനിറ്റി എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നും നമുക്ക് കാണാം. ഇവിടെ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാനുള്ളത് ഫ്രം -∞ ടു -1 ക്യാപിറ്റൽ ബി ഈസ് മൂവിങ് അപ്വേർഡ്സ്. ഫ്രം -1 ടു 2 ക്യാപിറ്റൽ ബി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. ഫ്രം 2 ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ ബി ഈസ് മൂവിങ് അപ്വേർഡ്സ് എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതായത് ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ കൂടി പറയാം. അതായത് -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. എന്നാൽ -1 ടു 2 ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. ഓപ്പൺ ഇൻ്റർവൽ -1 ടു 2 function is decreasing. 2 to infinity f of x is also increasing. ഇതാണ് നാം ഇവിടെ ഒബ്സർവ് ചെയ്ത റിസൾട്ട്. ഒബ്സർവേഷനായിട്ട് എഴുതേണ്ടത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നതിൻ്റെ ആൻസർ ഓൺ -∞ -1 എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓൺ -1 to 2 f of x is strictly decreasing. On 2 to infinity f of x is strictly increasing. Then observe the graph of the following functions and find the intervals in which they are strictly increasing or strictly decreasing. Function തന്നിരിക്കുന്നത് x² - 4x + 6. ഇത് നാം എഡിറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ മാറ്റുന്നു. ഫംഗ്ഷൻ്റെ വാല്യൂ f of x equal to x² minus 4x plus 6. ഇപ്പോൾ ഫംഗ്ഷൻ സ്ലൈഡർ -5 നിന്ന് +5 ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്ന മാറ്റം ഒന്ന് നോക്കാം. സ്ലൈഡർ എ ഇൻക്രീസ് ചെയ്യുന്നു. സ്ലൈഡർ എ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ഏത് പോയിൻ്റ് വരെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതുവരെയാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ, സ്ലൈഡർ എയുടെ വാല്യൂ 2 വരുന്ന പോയിൻ്റിലാണ് ഇങ്ങനെ സംഭവിച്ചത്. എയുടെ സ്ലൈഡർ വർദ്ധിക്കുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ 2ൽ നിന്ന് ക്യാപിറ്റൽ ബി എന്ന പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും ഒരേ സമയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നേരത്തെ അതേ റിസൾട്ട് പ്രകാരം നമുക്ക് -∞ മുതൽ 2 വരെ the point capital B is moving downwards, and from 2 to infinity the point capital B is moving upwards എന്ന് നമുക്ക് പറയാം. അതായത് -∞ മുതൽ 2 വരെ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് ഓൺ ദ ഇൻ്റർവൽ 2 to infinity. ഇതാണ് നാം ഇവിടെ ഒബ്സർവ് ചെയ്ത റിസൾട്ട്. നമുക്കൊരിക്കൽ കൂടി ഒന്നുകൂടി പരിശോധിക്കാം. എന്താണ് റിസൾട്ട്? എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 20.06, ദെൻ വീണ്ടും കുറയുന്നു 17.92, വീണ്ടും കുറയുന്നു 13.22. ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു ഫ്രം -∞ to 2, ആൻഡ് ഫ്രം 2 to infinity B is moving upwards. നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത് -∞ മുതൽ 2 വരെ എന്ന ഓപ്പൺ ഇൻ്റർവെലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്, 2 to infinity ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്നും നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ റിസൾട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വരുന്നത് x³ - 3x² + 4x. എഡിറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് f(x) = x³ f(x) = x³ - 3x² + 4x. x³ - 3x² + 4x. ഈ ഫംഗ്ഷൻ്റെയും പ്രത്യേകത നമുക്ക് -5 മുതൽ +5 വരെ വാച്ച് ചെയ്യാം. സ്ലൈഡർ എ ഇൻക്രീസസ്, ദെൻ ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ സമയത്ത് ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. എല്ലാ സമയത്തും പോസിറ്റീവ് വാല്യൂവിനും ഇൻക്രീസ് ചെയ്യുന്നു, നെഗറ്റീവ് വാല്യൂസിനും. ഇതേ രീതിയിൽ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റും വർദ്ധിക്കുന്നതായിട്ട് കാണാം. രണ്ടും ഇൻക്രീസ് ചെയ്യാണ്. എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ആ സമയം ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സമയത്ത് പോലും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് എ എന്ന പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബി എന്ന പോയിൻ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്ന ഒരു പോയിൻ്റ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ റിസൾട്ടായിട്ട് നാം രേഖപ്പെടുത്തുന്നത്. ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ദെൻ അടുത്ത ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് sin x + cos x. നേരത്തെ അതേ രീതിയിൽ തന്നെ f(x) നമുക്ക് എഡിറ്റ് ചെയ്യാം. sin x + cos x. sin x + cos x. sin x + cos x ഇവിടെ പറയുന്നത് 0 to 2π ആണ്. കോമ 0 less than or equal to x less than or equal to 2pi. ഇപ്പോൾ ഫംഗ്ഷൻ 0 മുതൽ 2π വരെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കിവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4 ആക്കി മാറ്റാം. π/4. എന്താണ് ഇവിടെ സംഭവിക്കുന്ന മാറ്റം? നേരത്തെ സെയിം മെത്തേഡ് പ്രകാരം നമുക്കിവിടെ സ്ലൈഡർ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. സ്ലൈഡർ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം നെഗറ്റീവ് വാല്യൂവിൽ ഈ 0 മുതൽ 2π എന്ന കർവിന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് എ ബി സി ജി ഡി സി എല്ലാം
അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ വാല്യൂ വന്നു എ എന്ന സ്ലൈഡർ പോസിറ്റീവ് പാർട്ടിൽ എത്തിയപ്പോൾ. ഇപ്പോൾ ഈ സമയത്ത് ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമുക്കിതിനെ വേണമെങ്കിൽ ഒന്നുകൂടി ഇൻ ടേംസ് ഓഫ് പൈ ബൈ 4 ആക്കി മാറ്റാം. ഇൻ ടേംസ് ഓഫ് ആക്സിസ്, ഇൻ ടേംസ് ഓഫ് പൈ ബൈ 4. ദെൻ എന്താണ് സംഭവിക്കുന്ന മാറ്റം? സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയം എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മൈനസ് എയുടെ വാല്യൂ 0.78 വരെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ബിയുടെ വാല്യൂ, ബിയുടെ വൈ കോർഡിനേറ്റ് 1.41, തുടർന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് 0 മുതൽ പൈ ബൈ 4 വരെ ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പൈ ബൈ 4 മുതൽ 5 പൈ ബൈ 4 വരെ ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ പ്ലസ് 1.41 ആണ് വന്നിരുന്നത്, ഇപ്പോൾ മൈനസ് 1.41 ആണ്. ദെൻ തുടർന്ന് 5 പൈ ബൈ 4 മുതൽ എന്താണ് സംഭവിക്കുന്ന മാറ്റം നമുക്കൊന്ന് നോക്കാം. ഇവിടെ സ്ലൈഡർ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം ഇതാ. ഇവിടെ സ്ലൈഡർ 5 വരെ നാം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കത് വീണ്ടും ഒന്ന് കൂട്ടി കൊടുക്കാം. 2 പൈ ആണ്, 6.28, നമുക്കത് 7, 10 വരെ കൊടുക്കാം. ഇപ്പോൾ സ്ലൈഡർ കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ അവസരമുണ്ട്. 2 പൈ വരെ. ഈ സമയത്ത് റിസൾട്ടായിട്ട് വരുന്നത്, അതായത് 0 മുതൽ പൈ ബൈ 4 വരെ ബി എന്ന പോയിൻ്റ് മൂവിങ് അപ്വേർഡ്സ്. അതേപോലെ പൈ ബൈ 4 മുതൽ 5 പൈ ബൈ 4 വരെ ബി എന്ന പോയിൻ്റ് മൂവിങ് ഡൗൺവേർഡ്സ് എന്ന് നമുക്ക് കാണാം. ബി മൂവിങ് ഡൗൺവേർഡ്സ്. കൂടാതെ 5 പൈ ബൈ 4 മുതൽ 2 പൈ വരെ ക്യാപിറ്റൽ ബി എന്ന പോയിൻ്റ് മൂവിങ് അപ്വേർഡ്സ്. അതായത് 0 മുതൽ പൈ ബൈ 4 വരെ ഫങ്ഷൻ ഇൻക്രീസിംഗ് ആണ്. പൈ ബൈ 4 മുതൽ 5 പൈ ബൈ 4 വരെ ഫങ്ഷൻ ഡിക്രീസിംഗ് ആണ്. 5 പൈ ബൈ 4 മുതൽ 2 പൈ വരെ ഫങ്ഷൻ വീണ്ടും ഇൻക്രീസിംഗ് ആണ് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ റിസൾട്ടായിട്ട് നാം എഴുതേണ്ടത് 0 പൈ ബൈ 4, അതുപോലെ 5 പൈ ബൈ 4, 2 പൈ എന്നീ ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് എന്നും, പൈ ബൈ 4, 5 പൈ ബൈ 4 എന്ന ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ ഡിക്രീസിംഗ് ആണ് എന്നും നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇതാണ് ആക്ടിവിറ്റി 27.2. 27.2ൽ പറയുന്നത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ ഡിസ്കസ്ഡ് ഇൻ ദ എബവ് ആക്ടിവിറ്റി. ക്രിയേറ്റ് സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് എ എഫ് ഓഫ് എ. ഡ്രോ ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. നാം ഏറ്റവും ആദ്യം എൻ്റർ ചെയ്ത കർവ് നമുക്കൊരിക്കൽ കൂടി ഒന്ന് എൻ്റർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് 1/3 എക്സ് ക്യൂബ് 1/3 എക്സ് ക്യൂബ് മൈനസ് 1/2 എക്സ് സ്ക്വയർ ദെൻ മൈനസ് 2x. ഇതാണ് നാം ഏറ്റവും ആദ്യം എൻ്റർ ചെയ്ത കർവ്. വീണ്ടും നമുക്ക് ആക്സിസ് ഒന്ന് പഴയ പോലെയാക്കാം. ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആയി വരുമ്പോൾ മാത്രമാണ് നാം ഇൻ ടേംസ് ഓഫ് പൈ ബൈ 2 അല്ലെങ്കിൽ പൈ ബൈ 4 എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് എന്നർത്ഥം. ഇവിടെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. എ എന്ന പോയിൻ്റ് നേരത്തെ പ്ലോട്ട് ചെയ്തതാണ്. അഡീഷണലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എ എന്ന പോയിൻറ്റിലൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാനുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ടാൻജൻറ്റ് ഇവിടെ പറയുന്നു, സെലക്ട് പോയിൻ്റ് ഓർ ലൈൻ
ദെൻ സർക്കിൾ, കോണിക് ഓർ ഫങ്ഷൻ. ആദ്യം ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഏത് കർവ് ആണെങ്കിൽ കർവിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ടാൻജൻറ്റ് ലഭിച്ചു. ദെൻ അടുത്തത് ഒരു സ്ലോപ്പ് വരയ്ക്കാനാണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഏത് പോയിന്റിലും ഒരുപോലെ ആയിരിക്കും. ഇതാണ് ഇവിടെ മാനുവലിൽ പറയുന്നത്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. സ്ലൈഡർ ക്രമേണ വർദ്ധിപ്പിക്കുന്നു. എന്താണ് സംഭവിക്കുന്ന മാറ്റം? ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്, ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്, പോസിറ്റീവാണ്. ബി മൂവിങ് അപ്വേർഡ്സ്. സ്ലോപ്പ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് കാര്യം. അതായത് സ്ലോപ്പ് ഇപ്പോഴും പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവാണ്, സ്ലോപ്പ് ഇപ്പോഴും പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവ്, ഇപ്പോൾ സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0, അതായത് -∞ മുതൽ -1 വരെ സ്ലോപ്പ് പോസിറ്റീവാണ് എന്ന് ചുരുക്കം. ദെൻ -1ന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? സ്ലോപ്പ് നെഗറ്റീവ് ആയതായിട്ട് കാണാം. -0.03. സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവാണ്. ബി മൂവിങ് ഡൗൺവേർഡ്സ്. സ്ലോപ്പ് വീണ്ടും നെഗറ്റീവാണ്. ഇതാ നെഗറ്റീവ് മാറി കുറഞ്ഞു വരികയാണ്. 0ലേക്ക് എത്തി തുടങ്ങുന്നു. ടെൻസ് ടു 0. ഇപ്പോൾ സ്ലോപ്പ് വീണ്ടും 0 ആയി. അറ്റ് ദ പോയിന്റ് 2, സ്ലൈഡർ എയുടെ വാല്യൂ 2 എത്തിയപ്പോൾ, അതായത് ക്യാപിറ്റൽ എയുടെ കോർഡിനേറ്റ്സ് 2, -3.33, ക്യാപിറ്റൽ ബിയുടെ പോയിന്റ് 0, -3.33 എന്ന പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. അതായത് ക്യാപിറ്റൽ സി മുതൽ ക്യാപിറ്റൽ ഡി വരെ, അതായത് ഓപ്പൺ ഇൻ്റർവൽ -1 2, സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. വീണ്ടും സ്ലോപ്പ് പോസിറ്റീവായി. 2 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് എന്ന് നമുക്ക് കാണാം. നമുക്കിതൊന്നും കൂടി ശരിയാണോ എന്ന് പരിശോധിക്കാം. സ്ലോപ്പ് ഏത് മുതൽ ഏത് വരെയാണ് പോസിറ്റീവ്, എപ്പോഴാണ് 0, എപ്പോഴൊക്കെയാണ് നെഗറ്റീവ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. സ്ലൈഡർ -5 മുതൽ +5 വരെ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ലൈഡർ എ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ബി മൂവിങ് അപ്വേർഡ്സ്. സ്ലോപ്പ് ഇപ്പോഴെല്ലാം പോസിറ്റീവാണ്. സ്ലോപ്പിൻ്റെ വാല്യൂ ഇതാ ഈ പോയിന്റിൽ 0 എത്തി. അതായത് -∞ മുതൽ -1 വരെ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. തുടർന്ന് -1 to 2 സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. കൂടാതെ ദ പോയിന്റ് ബി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഫ്രം -1 to 2. കൂടാതെ 2 to ഇൻഫിനിറ്റി. സ്ലോപ്പ് പോസിറ്റീവാണ്. ബി ഈസ് മൂവിങ് അപ്വേർഡ്സ്. കൂടാതെ എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് വർദ്ധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് -∞ മുതൽ -1 വരെ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. -1 to 2 സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. 2 to ഇൻഫിനിറ്റി സ്ലോപ്പ് ഈസ് ആൾസോ പോസിറ്റീവ്. ഇതാണ് നാം ഇവിടെ ഒബ്സർവേഷനായിട്ട് എഴുതാനുള്ളത്. -∞ to -1 സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഓൺ 2 to ഇൻഫിനിറ്റി സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഓൺ -1 to 2 സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. തുടർന്ന് മാനുവലിൽ പറയുന്നത് ഡു ദ ആക്ടിവിറ്റി വിത്ത് ദ ഫംഗ്ഷൻ f(x) = 1/x. നാം ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് 1/x ആക്കി മാറ്റുന്നു. 1/x നേരത്തെ ചെയ്ത അതേ രീതിയിൽ -5 മുതൽ സ്ലൈഡർ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സ്ലോപ്പും ഈ സമയത്ത് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവാണ്. -0.36 വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പിൻ്റെ സൈനിൽ മാറ്റമില്ല, നെഗറ്റീവായി തുടരുന്നു. നെഗറ്റീവാണ്. സ്ലോപ്പ് -20 പോയിൻറ്റ് വീണ്ടും -25 വീണ്ടും വർദ്ധിക്കുന്നു. -34 വീണ്ടും വർദ്ധിക്കുന്നു. -69. ആ സമയത്തും
എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, എന്നാൽ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സ്ലോപ്പ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. -204, -625, -2500, -10,000. സ്ലോപ്പ് നെഗറ്റീവാണ്. ഇവിടെ സ്ലൈഡർ എയുടെ വാല്യൂ 0 വന്നപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, എ, ബി, ജി, ഡി, സി, എച്ച്, എം എല്ലാം അൺഡിഫൈൻഡ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് ഡിഫൈൻഡ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ എയുടെ വാല്യൂ 0 വന്നപ്പോൾ 1/0 നോട്ട് ഡിഫൈൻഡ്. അതായത് 1/x എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ 0 എന്ന പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. തുടർന്ന് എയുടെ വാല്യൂ 0.1 എത്തിയപ്പോൾ വീണ്ടും സ്ലോപ്പ് -10,000 എത്തി. ഇപ്പോഴും എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ ബിയുടെ വൈ കോർഡിനേറ്റ് അപ്പോഴും ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവിൽ നിന്ന് ഒരിക്കൽ പോലും മാറുന്നില്ല എന്നും നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും മനസ്സിലാക്കാം. അതായത് ഫ്രം -∞ ടു 0 ആൻഡ് ഫ്രം 0 ടു ∞, രണ്ട് ഇൻ്റർവെല്ലിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് അതായത് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് കാണാം. സ്ലോപ്പ് -∞ ടു 0 ഈസ് നെഗറ്റീവ്, 0 ടു ∞ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നത് എല്ലായ്പ്പോഴും ഒരു ഡിക്രീസിങ് ഫംഗ്ഷനാണ് എന്ന് we can easily find. On -∞ 0 slope is negative, on 0 to ∞ slope is negative. Therefore f of x equal to 1/x is always a decreasing function. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് find the relation between the sign of f dash x and the intervals in which the function f is strictly increasing, strictly decreasing. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് 1/x, നമുക്ക് ഏറ്റവും ആദ്യം കൊടുത്ത ഫംഗ്ഷൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യാം. 1/3 എക്സ് ക്യൂബ്, 1/3 x ക്യൂബ് മൈനസ് 1/2 എക്സ് സ്ക്വയർ, 1/2 എക്സ് സ്ക്വയർ, ദെൻ -2x. ആദ്യം എൻ്റർ ചെയ്ത അതേ ഫംഗ്ഷൻ തന്നെയാണ്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. DER ഇൻപുട്ടിൽ എൻ്റർ ചെയ്താൽ ഡെറിവേറ്റീവ് കാണാൻ ഡെറിവേറ്റീവിടെ പേര് എഫ് ഓഫ് എക്സ് ആണ്. എഫ് എന്ന് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഇവിടെ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഡെറിവേറ്റീവായിട്ടുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ആണ് ഗ്രീൻ കളറിലുള്ള ഫംഗ്ഷൻ. എന്താണ് ഇവിടുത്തെ സംഭവിക്കുന്ന മാറ്റമെന്ന് നമുക്ക് സ്ലൈഡറിൻ്റെ മൂവ്മെൻറ്റിലൂടെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ സ്ലൈഡർ എ നെഗറ്റീവാണ്, -5 ആണ്. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്ത് സ്ലോപ്പ് നമുക്കറിയാം, സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് ഇവിടെ പോസിറ്റീവാണ്. ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് പോസിറ്റീവുമാണ് എന്ന് നമുക്ക് കാണാം. സ്ലോപ്പ് പോസിറ്റീവാണ് ഏതുവരെ? സി എന്ന പോയിൻ്റ് വരെയാണ്. അതായത് -∞ -1 വരെയാണ് ഈ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ സ്ലോപ്പ് 0 ആണ്. തുടർന്ന് സ്ലോപ്പ് അതായത് സ്ലൈഡർ എ -1നേക്കാൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സ്ലോപ്പ് നെഗറ്റീവായി, ബി ഡൗൺവേർഡ്സ് ആണ്. കൂടാതെ ഈ സമയത്ത് വരുന്ന മാറ്റം ഇതാ വീണ്ടും സ്ലോപ്പ് 0 എത്തി. 0 എത്തുന്ന പോയിൻ്റ് 2. ആ സമയത്ത് വീണ്ടും അതായത് -1 മുതൽ 2 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. തുടർന്ന് 2 to ∞ സ്ലോപ്പ് പോസിറ്റീവാണ്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നാം നേരത്തെ കണ്ട കാര്യം കൂടിയാണ്. എന്നാൽ ഇവിടെ അഡീഷണലായിട്ട് ഡെറിവേറ്റീവിൻ്റെ കാര്യം കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. എന്താ ഡെറിവേറ്റീവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം? അതായത് 0 മുതൽ -1 വരെ ഡെറിവേറ്റീവ് നമ്മുടെ റെഡ് കളറിലുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതാണ് നാം ഇവിടെ ഈ സമയത്ത് അഡീഷണലായിട്ട് പരിശോധിക്കുന്നത്. അതായത് -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ്റെ കർവ്
എബവ് എക്സ് ആക്സിസ് ആണ്. എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ തുടർന്ന് -1 മുതൽ 2 വരെ, -1 മുതൽ 2 വരെ, ഇതാ -1, ഇതാണ് 2. -1 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിൻ്റെ കർവ് ബിലോ എക്സ് ആക്സിസ്. എന്നാൽ 2 to ഇൻഫിനിറ്റി ഡെറിവേറ്റീവിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ്. എബവ് എക്സ് ആക്സിസ് മീൻസ് പോസിറ്റീവ് ആണ് എന്ന് കാണാം. അതായത് ഇവിടെ നാം കൺക്ലൂഡ് ചെയ്യുന്നത് -∞ മുതൽ -1 വരെ എഫ് ഡാഷ് എക്സ് ഈസ് എബവ് എക്സ് ആക്സിസ്. എഫ് ഡാഷ് എക്സിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ്. അതുപോലെ തന്നെ 2 to ഇൻഫിനിറ്റി എഫ് ഡാഷ് എക്സിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ്. എബവ് എക്സ് ആക്സിസ് മീൻസ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ്. എന്നാൽ -1 മുതൽ 2 വരെ എഫ് ഡാഷ് എക്സിൻ്റെ കർവ് ബിലോ എക്സ് ആക്സിസ് ആണ്, നെഗറ്റീവ് ആണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്, ദെൻ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ്, ദെൻ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇതാണ് നാം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്ന റിസൾട്ട്. നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടിയാണ് ആൻസർ എഴുതേണ്ടത്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്, ദെൻ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ്, ദെൻ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇതാണ് ആക്ടിവിറ്റി 27.2. നമുക്കിനി അടുത്തത് 27.3 ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അതിലിവിടെ പറയുന്നത് സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ മിയർ ഒബ്സർവേഷൻ ഓഫ് ദ ഗ്രാഫ് ടു ഫൈൻഡ് ദ എക്സാക്റ്റ് വാല്യൂ അറ്റ് വിച്ച് ദ ഫങ്ഷൻ ടേൺസ് ഫ്രം ഇൻക്രീസിങ് ടു ഡിക്രീസിങ് ഓർ വൈസ് വേഴ്സ. ഇൻ സച്ച് കേസസ് വി ക്യാൻ യൂസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫങ്ഷൻസ്. അതായത് ഇൻക്രീസിങ്ങിൽ നിന്ന് ഡിക്രീസിങ്ങിലേക്കും അതുപോലെ ഡിക്രീസിങ്ങിൽ നിന്ന് ഇൻക്രീസിങ്ങിലേക്കും ടേൺ ചെയ്യുന്ന എക്സാക്റ്റ് വാല്യൂ എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്താണ് നാം ഡെറിവേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിനിവിടെ പ്രൊസീജിയറായിട്ട് തന്നിരിക്കുന്നത്, പ്രൊസീജിയറിൽ പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ മൈനസ് 9x² മൈനസ് 15x. ഇവിടെ ആ ഫംഗ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്നത് 8x³ മൈനസ് 9x² മൈനസ് 15x. ഇതാണ് നമുക്ക് കിട്ടിയ കർവ്. 8x³ മൈനസ് 9x² മൈനസ് 15x. നാം എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. തുടർന്ന് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് എക്സ്. നാം ഇവിടെ ഡെറിവേറ്റീവ് നേരത്തെയും കണ്ടതാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 24x² മൈനസ് 18x മൈനസ് 15. അതാണ് റെഡ് കളറിൽ കാണുന്ന ഫംഗ്ഷൻ. ഇനി നമ്മളോട് പറയുന്നത് പ്ലോട്ട് ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് എഫ് ഡാഷ് എക്സ് മീറ്റ് ദ എക്സ് ആക്സിസ്, ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് പോയിൻറ്റ്സ്. നമുക്കതിന് വേണ്ടിയിട്ട് ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ച്, അതായത് എഫ് ഡാഷ് എക്സും എക്സ് ആക്സിസിൻ്റെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതാണ് ഇ എന്ന പോയിൻറ്റും എഫ് എന്ന പോയിൻറ്റും. ഇ എന്ന പോയിൻ്റ് -0.50, ക്യാപിറ്റൽ എഫ് എന്ന പോയിൻ്റ് 1.25, 0. ഈ രണ്ട് പോയിൻ്റ് അത് രണ്ടും കണ്ടെത്തി. ഇനി ഇവിടെ കാണാനുള്ളത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇതാണ് നാം ഇവിടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ. നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പോയിൻറ്റ്സ്. ഇതിൻ്റെ കോർഡിനേറ്റ്സും കൂടി നമുക്കൊന്ന് കണ്ടെത്താനുണ്ട്. ഇ അതുപോലെ തന്നെ എഫ്. ഇ എന്ന പോയിൻറ്റും എഫ് എന്ന പോയിൻറ്റിൻ്റെയും ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് പോയിൻ്റ് മുതൽ ഏത് പോയിൻ്റ് വരെയാണെന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി സ്ലൈഡർ നാം വർദ്ധിപ്പിക്കുന്നു. സ്ലൈഡർ, അതായത് ഈ സമയത്തെല്ലാം സ്ലോപ്പ് എം പോസിറ്റീവാണ്,
എം പോസിറ്റീവാണ് ഇപ്പോഴും. എം പോസിറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം, അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സ്ലോപ്പ് എം പോസിറ്റീവുമാണ്, ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഇപ്പോഴും സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവാണ്. നമുക്ക് ഈ കർവ് ഒന്നും കൂടി ഒന്ന് വലുതാക്കാൻ വേണമെങ്കിൽ ഇപ്പോഴും അതെ, സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്, സീറോനെ അപ്രോച്ച് ചെയ്യുന്നു. സീറോനെ അപ്രോച്ച് ചെയ്യുന്ന പോയിൻ്റ് നമുക്കൊന്ന് നോക്കാം. ഏത് പോയിൻറ്റിലാണ് എന്ന് നമുക്ക് നോക്കാം. സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്. 3.51, 2.16, വീണ്ടും കുറയുന്നു. 0.85, വീണ്ടും കുറയുന്നു. 0 എത്തി. 0 എത്തുമ്പോഴുള്ള ക്യാപിറ്റൽ എ എന്ന പോയിൻ്റ് നോക്കാം. -0.5, 4.25. ഇത് തന്നെയാണ് നാം നേരത്തെ കണ്ട ഇ എന്ന പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് -0.5. സ്ലൈഡർ എയിൽ -0.5 വരുന്നത് വരെയാണ് സ്ലോപ്പ് പോസിറ്റീവ് 0 എത്തിയത്. അതായത് സ്ലോപ്പ് -∞ മുതൽ -0.5 വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം f'(x) റെഡ് കളറിലുള്ള ഗ്രാഫ് എബവ് എക്സ് ആക്സിസ് ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവായിരുന്നു എന്ന് നമുക്ക് കാണാം. തുടർന്ന് 0.5 ശേഷം -0.5 ശേഷം എന്താണ്? സ്ലോപ്പ് നെഗറ്റീവായി. പോയിൻ്റ് ബി മൂവിങ് ഡൗൺവേർഡ്സ്. എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ലോപ്പ് നെഗറ്റീവാണ്. ഇനി സ്ലോപ്പ് എപ്പോഴെങ്കിലും 0 വരുന്ന പോയിൻ്റ് ഉണ്ടോ എന്നാണ് നാം ഇനി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ലോപ്പ് നെഗറ്റീവാണ്, വീണ്ടും സ്ലോപ്പ് നെഗറ്റീവ്. സ്ലൈഡർ 0.64. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. എയുടെ എക്സ് കോർഡിനേറ്റ് വർദ്ധിക്കുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് 0നെ അപ്രോച്ച് ചെയ്യുന്നു. ഇതാ സ്ലോപ്പ് 0 ആയി. സ്ലോപ്പ് 0 വരുമ്പോഴുള്ള സ്ലൈഡർ വാല്യൂ 1.25. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് 1.25, ബിയുടെ വൈ കോർഡിനേറ്റ് -17.19, എയുടെ വൈ കോർഡിനേറ്റ് -17.19. അതായത് ഇവിടെ നാം കൺക്ലൂഡ് ചെയ്യേണ്ടത് 1.25 എന്ന പോയിന്റിൽ സ്ലോപ്പ് വീണ്ടും 0 ആണ്. ഇനി വീണ്ടും സ്ലോപ്പ് എന്താണ് അടുത്തത് സംഭവിക്കുന്നത്? വീണ്ടും സ്ലോപ്പ് പോസിറ്റീവാണ് എന്ന് കാണാം. സ്ലോപ്പ് പോസിറ്റീവ് വരുന്ന സമയത്ത് അതായത് 1.25 മുതൽ കർവ് അപ്വേർഡ്സ് ആണ്. അതായത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എബവ് എക്സ് ആക്സിസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് -∞ മുതൽ -0.5 വരെയും 1.25 മുതൽ ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവുന്ന ആ ഭാഗത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് റെഡ് കളറുള്ള ഗ്രാഫ് f'(x) എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ -0.5 മുതൽ 1.25 വരെ വരുന്ന സമയത്ത് സ്ലോപ്പ് നെഗറ്റീവാണ്. കൂടാതെ ഡെറിവേറ്റീവ് f'(x)ൻ്റെ ഗ്രാഫ് ബിലോ എക്സ് ആക്സിസ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, -∞ മുതൽ -0.5 വരെ f(x) ഈസ് ഇൻക്രീസിങ്. അതുപോലെ തന്നെ -0.5 മുതൽ 1.25 വരെ ഫംഗ്ഷൻ f(x) ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. കൂടാതെ 1.25 ടു ഇൻഫിനിറ്റി f(x) ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എവിടെയാണോ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് വരുന്നത് ആ ഭാഗത്ത് സ്ലോപ്പ് പോസിറ്റീവാണ്. കൂടാതെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എബവ് എക്സ് ആക്സിസ് മീൻസ് f'(x) ഈസ് പോസിറ്റീവ്. അതേപോലെ -0.5 മുതൽ 1.25 വരെ f(x) ഡിക്രീസിംഗ് ആണ്. f(x) ഡിക്രീസിംഗ് വരുന്ന സമയത്ത് f'(x)ൻ്റെ ഗ്രാഫ് ബിലോ എക്സ് ആക്സിസ് മീൻസ്
എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. ആ സമയത്ത് സ്ലോപ്പ് എം എന്നുള്ളത് നെഗറ്റീവും കൂടിയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. നാം ഇവിടെ ഒബ്സർവേഷനായിട്ട് രേഖപ്പെടുത്തേണ്ടത് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു minus 0.5 and 1.25 to infinity f of x is strictly increasing. On minus 0.5 to 1.25 f of x is strictly decreasing. Then അടുത്ത ഭാഗത്ത് വരുന്നത് find the intervals in which the following functions are strictly increasing or strictly decreasing. ഇതിൽ ആദ്യ ക്വസ്റ്റ്യൻ നാം ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ഇനി അടുത്തത് sin 3x-ൻ്റെ ഫംഗ്ഷൻ ഒന്ന് എൻ്റർ ചെയ്യുന്നു. sin 3x എഫ് ഓഫ് എക്സ് എഡിറ്റ് ചെയ്തിട്ട് sin 3x ആക്കി മാറ്റുന്നു. sin 3x ഇവിടെ sin 3x-ൻ്റെ കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ആക്സിസ് ഒന്നും കൂടി ഇൻ ടേംസ് ഓഫ് പൈയുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് π/2 എന്നുള്ളത് നാം π/6-ൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു ഇൻ ടേംസ് ഓഫ് π/6. എന്താണ് ഈ സമയത്ത് സംഭവിക്കുന്ന മാറ്റം എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ -5π/6 മുതൽ വരുന്ന ഭാഗമാണ് നാം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സ്ലൈഡർ നാം -5 മുതൽ ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് സംഭവിക്കുന്ന മാറ്റം ഒന്ന് നോക്കാം. ഈ സമയത്ത് നാം ടെസ്റ്റ് ചെയ്യുന്നത് 5π/6 മുതൽ മതി. -5π/6 മുതൽ ഇതാ -5π/6 സ്ലോപ്പ് 0 വരുന്ന ഈ പോയിൻ്റ് മുതൽ നമുക്ക് കൃത്യമൊരു 0 കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്ലൈഡറിൽ നാം ഒരു ചെറിയ മാറ്റം കൂടി വരുത്തുകയാണ്. ഇൻക്രിമെൻറ്റിൽ ചെറിയൊരു മാറ്റം. ഇൻക്രിമെൻറ്റ് ഒരു 0 കൂടി ആഡ് ചെയ്യുന്നു. 0.001. ഇപ്പോൾ നമുക്ക് സ്ലൈഡർ ഒന്നും കൂടി പെർഫെക്റ്റ് വാല്യൂ 0 എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ 0 എത്തി. അതായത് സ്ലൈഡർ എയുടെ വാല്യൂ -2.62. ആ സമയത്ത് ക്യാപിറ്റൽ എയുടെ വാല്യൂ കോർഡിനേറ്റ്സ് -2.621. ക്യാപിറ്റൽ ബിയുടെ വാല്യൂ 0.0, -1. അതായത് -5π/6 മുതലാണ് നാം ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഈ സമയത്ത് സ്ലോപ്പ് വീണ്ടും ഇതാ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവാണ്. ഇൻക്രിമെൻറ്റ് കുറച്ച് കൊടുത്തത് കൊണ്ട് വളരെ മെല്ലെയാണ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴും സ്ലോപ്പ് പോസിറ്റീവാണ്. എം പോസിറ്റീവാണ്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബിയുടെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബി മൂവിങ് അപ്വേർഡ്സ്. സ്ലോപ്പ് വീണ്ടും പോസിറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആയി മാറി ഇതാ വീണ്ടും പോസിറ്റീവാണ്. പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും. എയുടെ എക്സ് കോർഡിനേറ്റും ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് 0 വരുന്ന പോയിൻ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. എപ്പോഴാണ് സ്ലോപ്പ് 0 വരുന്നത് എന്ന്. സ്ലോപ്പ് 0 വരുന്നത് ഇപ്പോൾ സ്ലോപ്പ് ഇതാ 0 എത്തി. -1.57. അതായത് എയുടെ വാല്യൂ π/2 -π/2. ഇതാണ് π/2. വേണമെങ്കിൽ നമുക്കതിനെ -3π/6 എന്ന് പറയാം. -5π/6 മുതൽ -3π/6 വരെ ഫങ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ആ ഇൻക്രീസിംഗ് വരുന്ന സമയത്തുള്ള ഡെറിവേറ്റീവിൻ്റെ ഫങ്ഷൻ ഒന്ന് നോക്കാം. -5π/6 മുതൽ -π/2 വരെ ഫങ്ഷൻ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എബവ് എക്സ് ആക്സിസ്. എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എബവ് എക്സ് ആക്സിസ് മീനിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. -5π/6 മുതൽ -3π/6 വരെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. ആ സമയത്ത് സ്ലോപ്പ് എം പോസിറ്റീവും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ വീണ്ടും സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ബി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. സ്ലോപ്പ് നെഗറ്റീവും കൂടിയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എപ്പോഴാണ് സ്ലോപ്പ് നെഗറ്റീവ് മാറി 0 എത്തുന്നത്? ഒരു നെഗറ്റീവ് വാല്യൂവിൽ നിന്ന്
സീറോയിലേക്ക് എത്തുന്ന പോയിൻ്റ് നമുക്ക് ഇവിടെ ഫിഗറിൽ തന്നെ മനസ്സിലാക്കാം. -π/6. -π/6 എന്ന വാല്യൂവിനാണ് സ്ലോപ്പ് 0 വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ കിട്ടിയ വാല്യൂ -π/2 മുതൽ -π/6 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഈ സമയത്ത് എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് നെഗറ്റീവാണ്. കൂടാതെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് -π/2 മുതൽ -π/6 വരെ ബിലോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് കാണാം. തുടർന്ന് സ്ലൈഡർ നാം വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് ബിയുടെ വൈ കോർഡിനേറ്റ് കൂടി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ക്യാപിറ്റൽ അതായത് സ്ലോപ്പ് എം ഈ സമയത്ത് പോസിറ്റീവാണ്. ഇനി എവിടെയാണ് സ്ലോപ്പ് 0 വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫിഗറിൽ നിന്ന് നമുക്കറിയാം π/6 വീണ്ടും സ്ലോപ്പ് 0 ആകുന്നതായിട്ട് കാണാം. ഇപ്പോൾ സ്ലോപ്പ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇൻക്രീസിംഗ് ആണ്. ഫ്രം -π/6 ടു +π/6. ഇപ്പോൾ സ്ലോപ്പ് 0 ആയി. ഈ സ്ലോപ്പ് 0 വരുന്ന ഈ പൊസിഷനിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? -π/6 മുതൽ π/6 വരെ കർവ് f'(x)ൻ്റെ കർവ് റെഡ് കളർ, ആ കർവ് എബവ് എക്സ് ആക്സിസ് ആണെന്ന് കാണാം. ഇനി നമുക്ക് തുടർന്ന് വീണ്ടും സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തുടർന്ന് നേരത്തെ പോലെ തന്നെ സ്ലോപ്പ് നെഗറ്റീവാണ്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ π/6 മുതൽ π/2 വരെ, അതായത് π/6 മുതൽ 3π/6 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. π/2 ഫസ്റ്റ് സ്ലോപ്പ് 0 വരുന്നില്ലേ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. π/2 തന്നെയല്ലേ സ്ലോപ്പ് 0 വരുന്നത് എന്ന് നമുക്കൊന്നും കൂടി മനസ്സിലാക്കാം. ഈ സമയത്ത് ഡെറിവേറ്റീവ് f'(x)ൻ്റെ കർവിൻ്റെ പ്രത്യേകത, അതെ, -π/6 മുതൽ π/2 വരെ ബിലോ എക്സ് ആക്സിസ് ആണ്. കർവിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സ്ഥാനം ബിലോ എക്സ് ആക്സിസ്, അതായത് f'(x) ഈസ് നെഗറ്റീവ് എന്നും നമുക്ക് കാണാം. ദെൻ π/2ന് ശേഷം എങ്ങനെയാണ് അടുത്ത വാല്യൂ വരുന്നത്? π/2 മുതൽ 5π/6 വരെ, 3π/6 മുതൽ 5π/6 വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. കൂടാതെ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റും അതുപോലെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം 5π/6 വരെ. ഇനി എന്താണ് π/2 മുതൽ 5π/6 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പൊസിഷൻ എന്താണെന്ന് നമുക്കൊന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ സമയത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെയാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അതെ, π/2 മുതൽ 5π/6 വരെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എബവ് എക്സ് ആക്സിസ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് കാണാം. ഇതേ രീതിയിൽ 5π/6 മുതൽ 7π/6 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, 5π/6 മുതൽ 7π/6 വരെ f(x) sin 3x ഗ്രീൻ കളറിൽ വരുന്ന ഗ്രാഫ് ഡിക്രീസിങ്. അതായത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, -5π/6 മുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു അനിമേഷൻ കൊടുക്കാം. അതായത് -5π/6 മുതൽ -3π/6 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ആ സമയത്ത് സ്ലോപ്പ് പോസിറ്റീവാണ്, അതായത് f'(x) എബവ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് നമുക്ക് f(x) ഈസ് ഇൻക്രീസിംഗ് എന്നുകൂടി പറയാം. ദെൻ -3π/6 മുതൽ -π/6 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്, f'(x) ബിലോ എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് f(x) എന്നുള്ളത് ഡിക്രീസിംഗ് ആണെന്ന് പറയാം. ഇങ്ങനെ ഓരോ ഫംഗ്ഷനും നമുക്ക് അവസാനം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, -5π/6 മുതൽ -3π/6 വരെയും, π/6 മുതൽ +π/6 വരെയും, 3π/6 മുതൽ 5π/6 വരെയും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. അതായത് സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ f'(x)ൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ്.
എന്നാൽ -3π/6 മുതൽ -π/6 വരെയും π/6 മുതൽ 3π/6 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. അതായത് എഫ് ഡാഷ് എക്സിൻ്റെ കർവ് ബിലോ എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആണ് എന്നും നമുക്ക് പറയാം. ഇതാണ് നാം ഇവിടെ റിസൾട്ടായിട്ട് എഴുതുന്നത്. ഓൺ -5π/6 to -3π/6 -π/6 π/6 3π/6 മുതൽ 5π/6 വരെ ഇതേപോലെയുള്ള ഇൻ്റർവെൽ ഇനിയുമുണ്ട്. ഈ സമയത്തെല്ലാം എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതായത് എഫ് ഡാഷ് എക്സ് അതിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ് എന്ന് ചുരുക്കം. കൂടാതെ സ്ലോപ്പ് എം അത് പോസിറ്റീവ് കൂടിയാണ്. ഓൺ -3π/6 മുതൽ -π/6 വരെയും π/6 മുതൽ 3π/6 വരെയും സ്ലോപ്പ് നെഗറ്റീവാണ്. എഫ് ഡാഷ് എക്സിൻ്റെ കർവ് ബിലോ എക്സ് ആക്സിസ് ആണ്. സ്ലോപ്പ് എം നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ദെൻ അടുത്ത ഭാഗം പറയുന്നത് x+3 ഇൻറ്റു x-3 ഈ കർവ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ മാറ്റുന്നത് x+1 ഇൻറ്റു x-3 ഇതാണ് നമ്മുടെ ഫങ്ഷൻ. നേരത്തെ നിന്ന് വിഭിന്നമായിട്ട് ട്രിഗണോമെട്രി ഫങ്ഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആക്സിസ് ഒന്ന് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആക്കാം, എക്സ് ആക്സിസ്. ഇപ്പോൾ ഇവിടെ വരുന്ന കാര്യം അതെ, സ്ലൈഡർ നേരത്തെ പോലെ തന്നെ -5 മുതൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെയാണ് സംഭവിക്കുന്ന മാറ്റം ഒന്ന് നോക്കാം. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് ബിയുടെ വൈ കോർഡിനേറ്റ് എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യാണ് സംഭവിക്കുന്നത്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. കൂടാതെ സ്ലോപ്പ് നെഗറ്റീവാണ്, വലിയ നമ്പറാണ്, 18832 ഒക്കെയാണ് വരുന്നത്. ഇനി അത് എപ്പോഴെങ്കിലും സീറോയിൽ എത്തുമോ, തുടർന്ന് പോസിറ്റീവ് വരുമോ, ഈ കാര്യമാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോഴും നേരത്തെ പോലെ തന്നെ സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. നമുക്ക് സ്പീഡ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇൻക്രിമെൻറ്റ് 0.01 ആക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് സ്ലൈഡർ നീങ്ങും. ഇപ്പോഴും മാറ്റമൊന്നുമില്ല. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് നെഗറ്റീവാണ്. സ്പീഡ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് പെട്ടെന്ന് കുറഞ്ഞു. ഇതാ സ്ലോപ്പ് ഒരു വേള സീറോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സീറോയിലെത്തിയാൽ തുടർന്ന് നെഗറ്റീവിൽ നിന്ന് സീറോയിലെത്തിയാൽ ഇനി പോസിറ്റീവിലേക്ക് മാറുമോ അതോ നെഗറ്റീവിൽ തന്നെ തുടരുമോ എന്നാണ് നാം നോക്കുന്നത്. ഇല്ല, സീറോ എത്തി. സീറോ വരുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പ്രത്യേകം നോക്കാം. -1 0 ആണ് ക്യാപിറ്റൽ എ എന്ന പോയിൻ്റ്, ക്യാപിറ്റൽ ബി 0 ആണ്. ഇനി വീണ്ടും എയുടെ സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം സ്ലോപ്പ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. ആദ്യം നെഗറ്റീവായിരുന്നു, സീറോയിലെത്തി, വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ പോയിൻറ്റിൻ്റെ ഇരുവശത്തും ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ബിലോ എക്സ് ആക്സിസ് ആണ്. അതായത് ഫങ്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റൽ ബി എന്ന പോയിൻ്റ് മൂവിങ് ഡൗൺവേർഡ്സ്. ഇനി എപ്പോഴെങ്കിലും സീറോ വരുന്നോ, സ്ലോപ്പ് ഇനി എപ്പോഴെങ്കിലും സീറോ വരുന്നോ എന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. സ്ലോപ്പ് 0 എത്തി. ഇനി സ്ലോപ്പ് പക്ഷേ പോസിറ്റീവാണ്. അതെ, സ്ലോപ്പ് പോസിറ്റീവിലേക്ക് മാറുന്നു. ആ പോസിറ്റീവിലേക്ക് മാറുന്ന പോയിൻ്റ് 1 എന്ന പോയിൻ്റാണ്. അതായത് -∞ മുതൽ 1 എന്ന പോയിൻ്റ് വരെ സ്ലോപ്പ് നെഗറ്റീവായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ
എഫ് ഓഫ് എക്സ് എന്ന നമ്മുടെ കർവ് ഡിക്രീസിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വഴി, അതായത് ആ സമയത്തെല്ലാം ഡെറിവേറ്റീവ് ബിലോ എക്സ് ആക്സിസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എഫ് ഡാഷ് എക്സിൻ്റെ കർവ് ബിലോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്, സ്ലോപ്പ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്ന കർവ് മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഡിക്രീസിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സ്ലൈഡർ എ ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സ്ലോപ്പ് പോസിറ്റീവാണ്. ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും, സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് പെട്ടെന്ന് കുറഞ്ഞു, 0 എത്തി. സ്ലോപ്പ് 0 എത്തി. പോസിറ്റീവിൽ നിന്ന് 0-ലെത്തിയാൽ ഇനി നെഗറ്റീവിലേക്ക് മാറുമോ അതോ പോസിറ്റീവിൽ തന്നെ തിരിച്ചെത്തുമോ എന്നാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇതാ വീണ്ടും പോസിറ്റീവിലേക്ക് എത്തുന്നു. സ്ലോപ്പ് 0 പോസിറ്റീവാണ്. കൂടാതെ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്. അതായത് 1 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1 മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഡാഷ് എക്സിൻ്റെ കർവ് റെഡ് കളറിലുള്ള എഫ് ഡാഷ് എക്സിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് മീൻസ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നാം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഓൺ മൈനസ് ഇൻഫിനിറ്റി 1 എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. കൂടാതെ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് നമുക്ക് കാണാം. അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ബി എന്ന പോയിൻ്റ്, ക്യാപിറ്റൽ ബി എന്ന പോയിൻ്റ് മൂവിങ് ഡൗൺവേർഡ്സ്. കൂടാതെ എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് എന്ന കർവ് ബിലോ എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് 1 എഫ് ഓഫ് എക്സ് എന്ന കർവ് ഫംഗ്ഷൻ്റെ ഭാഗം ഡിക്രീസിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. അതേ രീതിയിൽ 1 to ഇൻഫിനിറ്റി എന്ന ഭാഗത്ത് സ്ലോപ്പ് എം പോസിറ്റീവാണ്. ബി എന്ന പോയിൻ്റ്, ക്യാപിറ്റൽ ബി എന്ന പോയിൻ്റ് മൂവിങ് അപ്വേർഡ്സ് ആണ്. എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. കൂടാതെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ്, ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിൻ്റെ ഭാഗം എബവ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. ഇതാണ് നാം ഇവിടെ റിസൾട്ടായിട്ട് എഴുതുന്നത്. ഓൺ മൈനസ് ഇൻഫിനിറ്റി 1 എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓൺ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് നമുക്ക് കാണാം. ദെൻ ഇവിടെ അവസാന ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x മൈനസ് 100. ഇത് നാം എഡിറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഡബിൾ ക്ലിക്ക് എഡിറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x ദെൻ മൈനസ് 100. തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെയല്ലേ നാം എൻ്റർ ചെയ്തത് എന്നൊന്ന് പ്രത്യേകം നോക്കുന്നു. എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x മൈനസ് 100 ഇതാണ് നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ. ഇതാ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് റെഡ് കളറിലുള്ളത്. ഗ്രീൻ കളറിലുള്ളതാണ് നമ്മുടെ ഒറിജിനൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x മൈനസ് 100. എന്താണ് ഇവിടെ സംഭവിക്കുന്ന മാറ്റം ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്ലൈഡർ -5 മാറ്റുന്നു. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്നു. സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ സ്ലോപ്പ് എം പോസിറ്റീവാണ്. എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റും അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇൻക്രീസിങ് എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് പോസിറ്റീവ് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനി എപ്പോഴെങ്കിലും സ്ലോപ്പ് നെഗറ്റീവ് വരുന്നുണ്ടോ, ഇതാണ് നാം അടുത്തതൊന്ന് പരിശോധിക്കുന്നത്. സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്, എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും അതുവഴി തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് 1.92 ആയി, സ്ലോപ്പ് വീണ്ടും 1.6, 1.43 വീണ്ടും കുറയുന്നു, 1.19 വീണ്ടും കുറയുന്നു, 0.69 വീണ്ടും കുറയുന്നു, 0.55. ആ സമയത്തെല്ലാം എയുടെ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബിയുടെ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതാ വീണ്ടും 0.24 ആണ് സ്ലോപ്പ്, പക്ഷേ സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് വീണ്ടും പോസിറ്റീവാണ്. 0.3, 0.1, 0.01 സ്ലോപ്പ് 0 എത്തി. സ്ലോപ്പ് 0 വരുന്ന പോയിൻ്റ് നമുക്കൊന്ന് നോക്കാം. എപ്പോഴാണ് സ്ലോപ്പ് 0 വരുന്നത്? 1 എന്ന പോയിൻ്റിലാണ് സ്ലോപ്പ് 0 വരുന്നത്. ഇനി ആ സമയത്ത് എയുടെ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -99. ദെൻ സ്ലോപ്പ് പോസിറ്റീവായിരുന്നു, 0യിലേക്ക് എത്തി. അത് നെഗറ്റീവിലേക്ക് മാറുമോ അതോ തിരിച്ച് പോസിറ്റീവിൽ തന്നെ എത്തുമോ? ഇതാണ് നാം ഇവിടെ നോക്കുന്നത്. അതെ, വീണ്ടും പോസിറ്റീവിലേക്ക് എത്തുന്നു. അതായത് സ്ലോപ്പ് ആദ്യം പോസിറ്റീവായിരുന്നു, പിന്നെ 0 ആയി, വീണ്ടും പോസിറ്റീവ് തന്നെ. അതായത് ഒരിക്കൽ പോലും സ്ലോപ്പ് നെഗറ്റീവ് വരുന്നില്ല എന്ന് ചുരുക്കം. ഈ സമയത്തും ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് സ്ലോപ്പിൻ്റെ ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല. -∞ മുതൽ 1 വരെയും 1 to ∞ എല്ലാ ഭാഗത്തും ഫങ്ഷൻ പോസിറ്റീവാണ്. ഡെറിവേറ്റീവ് എല്ലായിടത്തും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, ഫങ്ഷൻ എല്ലായ്പ്പോഴും ഇൻക്രീസിങ് ഫങ്ഷനാണ്. അതുകൊണ്ടാണ് സ്ലോപ്പ് എല്ലായിടത്തും പോസിറ്റീവായിട്ട് വന്നത്. അതായത് എക്സ് ആക്സിസിന് മുകളിലാണ് f'(x)ൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻ എല്ലായ്പ്പോഴും ഒരു ഇൻക്രീസിങ് ഫങ്ഷനാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ റിസൾട്ടായിട്ട് എഴുതേണ്ടത് ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ. ഇവിടെ നാം ഇവിടെ ചെയ്ത കാര്യം, ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ f(x) എന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്നും f'(x) നെഗറ്റീവ് ആണെങ്കിൽ f(x) എന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് എന്നതാണ് ഇതിൽ നിന്ന് കണ്ടെത്തിയ റിസൾട്ട്.